ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. മഹാഭാരതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജയദ്രഥ വധം, അതിനുശേഷം കൗരവർ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഭാഗമൊക്കെയാണ് ചർച്ച ചെയ്തത്. അതിനുശേഷം മഹാഭാരത യുദ്ധത്തിൽ എന്താ നടന്നതെന്ന് നമുക്ക് നോക്കാം. ക്ഷമിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകലലളിത ശ്രീവിശാഖാൻവിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനെ. ശ്രീവാർഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദി കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാണിക ഭക്തിദ ശ്രീഗൗരകരുണാശക്തിവിദ്ധായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാണികവിരുദ്ധസിദ്ധാന്തദണ്ഡഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഘോരാവിർഭാവഭൂമേ തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരദ്വിസേനം. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. കൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോ പങ്കോർമമ മന്ദമതീർഗതി മത്സർവസ്വപാദാംബുജോ രാധാമതി നമോ നമഃ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പ്രേഷ്ഠാലഭേ സേവ്യമാനോ സ്മരാമി. ശ്രീമദ്രാസരസാരംഭീ വംശീവടത്തതസ്ഥിതാകർഷംഭേ നിസ്വനിർഗോപിൻ ഗോപിനാഥശ്രീസ്തുന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासुदेव गौरी भक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. मूकं करोति वाचालं भङ्गं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. हरे कृष्ण. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജയദ്രഥ വധത്തിന് ശേഷം കൗരവർ ഒരുപാട് നിരാശരായിരുന്നു. പക്ഷെ അതേ സമയത്ത് അവരുടെ ഉള്ളിൽ പ്രതികാരത്തിനുള്ള ആഗ്രഹം വളരെ ശക്തമായി. പ്രത്യേകിച്ച് അശ്വത്ഥാമാവ് വളരെ ശക്തമായിട്ട് യോദ്ധാക്കളെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാണ്ഡവരും കഴിഞ്ഞ ദിവസത്തെ ആ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ആ ഒരു ഉന്മേഷത്തിലായിരുന്നു. വളരെ ശക്തമായിട്ട് അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. ഈ മഹാഭാരത യുദ്ധത്തിൽ ആദ്യമായിട്ട് രാത്രിയിൽ യുദ്ധം നടക്കുകയാണ്. പൊതുവേ സൂര്യാസ്തമയത്തിന് ശേഷം അങ്ങനെ യുദ്ധം നടക്കാറില്ല. പക്ഷേ
ഈ യോദ്ധാക്കളെല്ലാം മറന്ന് യുദ്ധം ചെയ്യുകയാണ്. സൂര്യൻ അസ്തമിച്ച കാര്യം ആരും ഓർക്കാതെ യുദ്ധം ചെയ്യുകയാണ്. അതെന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ സാത്വികിയും സോമദത്തനുമായിട്ട് യുദ്ധം ആരംഭിച്ചു. സോമദത്തിൻ്റെ മകനായ പുരുഷ്രവസിനെ അറിയാമല്ലോ. പുരുഷ്രവസിനെ കൊന്നു സാത്വികി. അതുകൊണ്ട് സാത്വികിക്ക് വലിയ ദേഷ്യമായിരുന്നു സോമദത്തിനോട്. കാരണം സോമദത്തിനെ ഒരുപാട് അപമാനിച്ചിരുന്നു സാത്വികി. അങ്ങനെ സാത്വികി സാരഥിയെടുത്ത് പറഞ്ഞു സോമദത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ. എന്നിട്ട് പറഞ്ഞു സാരഥിയെടുത്ത്, അവൻ്റെ സമയം അടുത്തിരിക്കുകയാണ്, ഇന്ന് അവനെ കൊല്ലാതെ ഞാൻ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോത്തുന്നു. സോമദത്തൻ ഒട്ടും ഭയപ്പെടാതെ സാത്വികയായിട്ട് യുദ്ധം ചെയ്തു. നാഗങ്ങളെപ്പോലെ നല്ല മൂർച്ചയുള്ള അസ്ത്രങ്ങൾ, നാഗങ്ങളെപ്പോലെ നല്ല തീക്ഷണമായിട്ടുള്ള അസ്ത്രങ്ങൾ വരുമ്പോൾ നാഗം ഇങ്ങനെ ചീറ്റി വരുന്നത് പോലെ തോന്നും. അതേപോലെ അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ തുടങ്ങി. അത് രണ്ടുപേരും അലറിക്കൊണ്ട് അന്യോന്യം ചുറ്റി രഥത്തിൽ കറങ്ങിക്കൊണ്ട് ഈ അസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. രണ്ടുപേരും ദേഹം മുഴുവൻ മുറിവായി, അതിൽ നിന്നെല്ലാം രക്തം ഒഴുകാൻ തുടങ്ങി. പക്ഷെ എന്നിട്ടും രൂക്ഷമായിട്ട് അന്യോന്യം നോക്കിക്കൊണ്ട് തളരാതെ എതിരാളിയുടെ ഒരു തെറ്റ് കാണാനായിട്ട്, ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ അത് വെച്ച് യുദ്ധം ചെയ്യാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സോമദത്തിൻ്റെ അച്ഛൻ ബാഹ്ലികനും അവിടെ ഉണ്ടായിരുന്നു. ബാഹ്ലികനും അവിടെ സോമദത്തിനെ സഹായിക്കാനായിട്ടെത്തി. ഉടൻ തന്നെ ഭീമസേനനും സാത്വികിയെ സഹായിക്കാനെത്തി. ഇത് കണ്ടിട്ട് ബാഹ്ലികൻ ഭീമസേനെതിരെ ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയക്കുകയാണ്. ഭീമസേനൻ്റെ ശക്തമായിട്ടുള്ള കവചത്തെ തട്ടി അതെല്ലാം താഴെ വീഴുകയാണ്. ഭീമസേനൻ്റെ വില്ലുയർത്തി ഒരു 100 അസ്ത്രങ്ങൾ ബാഹ്ലികനെതിരെ എറിയുകയാണ്. പക്ഷേ ബാഹ്ലികൻ വളരെ നിഷ്പ്രയാസം അതിനെ വായുവിൽ, അതായത് ബാഹ്ലികൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ വായുവിൽ മധ്യ അവസ്ഥയിൽ തന്നെ എത്തിയപ്പോൾ ഏകദേശം ഒരു പകുതി യാത്ര ആയപ്പോൾ തന്നെ അസ്ത്രങ്ങളെ തകർക്കുകയാണ്. എന്നിട്ട് അതിന് പകരമായിട്ട് കുറേ അസ്ത്രങ്ങൾ ഭീമന് എതിരെ എറിയുകയാണ്. ബാഹ്ലികൻ്റെ ആ ശക്തമായിട്ടുള്ള യുദ്ധത്തിൽ ഭീമന് നല്ല ആഴത്തിൽ മുറിവേൽക്കുകയാണ് നെഞ്ചത്ത്. കവചമെല്ലാം തകർന്ന് ഭീമൻ്റെ നെഞ്ചത്തേക്ക് അസ്ത്രം തുളച്ചു കയറുകയാണ്. ഭീമൻ വിറയ്ക്കാൻ തുടങ്ങി. സുബോധം നഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആ സമയം കൊണ്ട് ബാഹ്ലികൻ ഭീമൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഉടൻ തന്നെ ഭീമൻ ഇരുമ്പിൻ്റെ ഒരു ഗദയെടുത്ത് ശക്തമായിട്ട് ചുരുട്ടി എറിയുകയാണ്. അത് വായുവിലൂടെ അതിതീക്ഷണമായിട്ട് സഞ്ചരിച്ച് ബാഹ്ലികൻ്റെ നെറ്റിയിൽ തന്നെ ഇടിക്കുകയാണ്. ഉടൻ തന്നെ ബാഹ്ലികൻ മരിച്ചു വീഴുകയാണ്. സോമദത്തൻ ഇപ്പോഴും സാത്വികയായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ മരിച്ചു എന്ന് സോമദത്തൻ അറിഞ്ഞു. അപ്പം ദുഃഖം ഒരുപാട് തോന്നി. ഉടൻ തന്നെ സോമദത്തൻ ഭീമനെതിരെ അസ്ത്രങ്ങൾ അയച്ചു. പക്ഷെ അതേ സമയത്ത് സാത്വികിയും സോമദത്തിനെതിരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സോമദത്തൻ വളരെയധികം ക്രോധത്താൽ യുദ്ധം ചെയ്യുകയായിരുന്നു. സോമദത്തൻ സാത്വികിയുടെ വില്ല് 2ആയിട്ട് മുറിച്ചു. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ സാത്വികിയെ മൂടി എന്നുള്ളതാണ്. സാത്വികി ഉടൻ തന്നെ അടുത്തൊരു വില്ലെടുത്തു. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ സോമദത്തൻ്റെ ധ്വജസ്തംഭം മുറിച്ചു, സാരഥിയെ കൊന്നു, കുതിരകളെയും കൊന്നു. സോമദത്തൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ വീണ്ടും സാത്വികിയെ മൂടി. ഉടൻ തന്നെ പൂർണ്ണ ശക്തിയെടുത്ത് സാത്വികി ഒരു കുന്തമെടുത്ത് സോമദത്തിൻ്റെ നെഞ്ചു നോക്കി എറിയുകയാണ്. പക്ഷെ സോമദത്തൻ അസ്ത്രങ്ങളെല്ലാം അതിനെ തുണ്ടം തുണ്ടമാക്കുകയാണ്. സാത്വികിയുടെ ദേഷ്യം വർദ്ധിച്ചു. എന്നിട്ട് സാത്വികി ദേഷ്യത്താൽ എന്ത് ചെയ്തു? സോമദത്തൻ്റെ വില്ലുകളെ തകർക്കുകയാണ്.
അതിനോടൊപ്പം തന്നെ സോമദത്തൻ്റെ കവചവും തകർത്തു, ഒരു കൂട്ടം ചന്ദ്രകല ആകൃതിയിലുള്ള അസ്ത്രങ്ങളാൽ. അന്നേരം സോമദത്തൻ താൽക്കാലികമായിട്ട് ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് സാത്വികി ഒരു നല്ല നീളമുള്ള ഒരു അസ്ത്രം എടുക്കുകയാണ്. എന്നിട്ട് അതിൽ മന്ത്രത്തെ എല്ലാം ആവാഹിച്ച് സോമദത്തിൻ്റെ നെഞ്ച് നോക്കി അത് എറിയുകയാണ്. അത് സോമദത്തിൻ്റെ നെഞ്ച് പിളർന്ന് ഹൃദയത്തെ 2 തുണ്ടൊക്കെയാണ്. ഉടൻ തന്നെ വലിയൊരു സാളവൃക്ഷം വീഴുന്നത് പോലെ സോമദത്തൻ വീഴുകയാണ്. ഇത് കണ്ടിട്ട് കൗരവരെല്ലാവരും വിഷമിച്ചു. പാണ്ഡവർക്ക് ഒരുപാട് ബലം തോന്നി, ഒരു പ്രചോദനം തോന്നി. അങ്ങനെ അവർ കൂടുതലായിട്ട് ശക്തമായിട്ട് കൗരവരെ അടിച്ചമർത്താൻ തുടങ്ങി. അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഭീമസേനനും യുധിഷ്ഠിരനും നല്ല സഹോദരന്മാരുമാണ്. ദുര്യോധനൻ ഉടനെ കർണൻ്റെ അടുത്ത് എത്തി. കർണ, സമയമായിരിക്കുകയാണ്, നീ നിൻ്റെ സുഹൃത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നാണ് പറഞ്ഞത്. എൻ്റെ യോദ്ധാക്കളെല്ലാം രക്ഷിക്കും. പാണ്ഡവർ സന്തോഷത്താൽ തുള്ളിച്ചാടിക്കൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവരെ തടഞ്ഞേ പറ്റൂ. ഉടൻ തന്നെ കർണൻ ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന, തീർച്ചയായിട്ടും ഞാൻ പാണ്ഡവരെ എല്ലാവരും കൊല്ലുന്നതായിരിക്കും. അർജുനെ കൊല്ലാനുള്ള സമയമായിരിക്കുകയാണ്. അർജുൻ മരിച്ചതോടുകൂടി അർജുൻ്റെ സഹോദരങ്ങളും തീരും. പിന്നെ നിനക്ക് ജയിക്കുക എന്നത് വളരെ നിഷ്പ്രയാസമുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ശക്തി അസ്ത്രം ഉപയോഗിക്കാൻ പോവുകയാണ്, നീ വിഷമിക്കണമെന്ന് പറഞ്ഞു. അർജുനെ വധിച്ചതിന് ശേഷം ഞാൻ നിൻ്റെ ശത്രുക്കളെ എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നതായിരിക്കും. എന്നിട്ട് ഈ ഭൂമി നിനക്ക് ലഭിക്കും. എന്നിട്ട് കർണൻ ദുര്യോധനിൽ നിന്നും മാറി അലറിക്കൊണ്ട് പാണ്ഡവ സൈന്യത്തിനെതിരെ തിരിയുകയാണ്. എന്നിട്ട് വളരെ സൂക്ഷിച്ച ആ ശക്തി അസ്ത്രത്തെ നോക്കുകയാണ്. ഒരു സ്വർണത്തിൻ്റെ പേടകത്തിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതുവരെയും അർജുനെതിരെ ഉപയോഗിക്കാൻ ഒരു അവസരം കർണന് കിട്ടിയില്ല. അർജുൻ എപ്പോഴും യുദ്ധകളത്തിൽ ഏതെങ്കിലും ഒരു അറ്റത്തിലായിരിക്കും. പക്ഷേ ഇന്ന് നേരിട്ട് യുദ്ധം ചെയ്യാൻ തന്നെ കർണൻ തീരുമാനിച്ചു. ഇപ്പോൾ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് എന്തായാലും യുദ്ധം തീരേണ്ടത് തന്നെയാണ്. ഇതോടുകൂടിയായിരിക്കും ചിലപ്പോൾ യുദ്ധം തീരുന്നത് എന്ന് കർണൻ ചിന്തിക്കുകയാണ്. അർജുനെ നേരിട്ട് വെല്ലുവിളിക്കാമെന്ന് കർണൻ കരുതി. അതേ സമയത്ത് കൃപാചാര്യരുടെ അടുത്തുണ്ടായിരുന്നു. കർണൻ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ടിരുന്നു. കൃപാചാര്യ ചിരിച്ചിട്ട് പറഞ്ഞു, കർണ, വളരെ മനോഹരമായിട്ട് നീ സംസാരിച്ചു. വാക്കുകൾ കൊണ്ട് തന്നെ യുദ്ധം ജയിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തായിരുന്നു അല്ലേ? എല്ലാവരും ജയിച്ചാണ്. നിൻ്റെ വാക്കുകൾ ഒരിക്കലും പ്രവൃത്തിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ പാണ്ഡവരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോഴെല്ലാം നീ തോൽക്കാറേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കൃപാചാര്യൻ ഗന്ധർവന്മാരുമായിട്ട് കാട്ടിൽ നടന്ന ആ യുദ്ധത്തെക്കുറിച്ചെല്ലാം കൃപാചാര്യർ ഓർമ്മിപ്പിച്ചു. വിരാട് യുദ്ധത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വേനൽക്കാലത്ത് ഗർജിക്കുന്ന മേഘങ്ങളെ പോലെയാണ്. മഴയൊന്നും പെയ്യത്തില്ല, ചുമ്മാ ഇങ്ങനെ ഗർജിക്കുന്ന. നീ പാർത്ഥനുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യുമ്പോൾ നിൻ്റെ ഈ വാക്കുകൾ വാചോടിയൊക്കെ അതിൻ്റെ യഥാർത്ഥ പവർ കാണിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ അപമാനിച്ചു. ഇതെല്ലാം കേട്ടിട്ട് കർണന് വലിയ ദേഷ്യമായി. കർണൻ പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? സ്വന്തം ശക്തിയിൽ ആത്മവിശ്വാസം ഉള്ളവർ തീർച്ചയായിട്ടും അവരവരുടെ ശക്തിയെക്കുറിച്ച് പറയും. അതിലൂടെ അവർക്ക് യുദ്ധം ചെയ്യാൻ ഒരു പ്രചോദനം ലഭിക്കുന്നതായിരിക്കും. നിങ്ങളെന്തായാലും കാണും, അർജുനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, അർജുനും കൃഷ്ണനും ദൃഷ്ടദ്യുമ്നനുമായിട്ടൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങളെന്തായാലും എൻ്റെ ശക്തി എന്താണെന്ന് കാണും. അപ്പോഴും വളരെ പുച്ഛത്തോടു കൂടി കൃപാചാര്യ കണ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത വ്യക്തി എന്തൊക്കെയോ പുലമ്പുന്ന പോലെയാണ് നീ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രിലോകങ്ങളിലുള്ള ഒരു ജീവജാലങ്ങൾക്കും അർജുനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. യുധിഷ്ഠിരനെയും ബന്ദിയാക്കാൻ കഴിയില്ല. യുധിഷ്ഠിരനാണെങ്കിൽ ഒന്ന് ശക്തമായിട്ട് തുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ത്രിലോകങ്ങളിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഭസ്മമാക്കാൻ കഴിയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാത്തത്. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണ് പാണ്ഡവരുടെ സംരക്ഷകനായിട്ടുള്ളത്. അതുകൊണ്ട് ആർക്കും ഭഗവാനെ ഒന്ന് നേരിട്ട് സമീപിക്കാനുള്ള ശക്തി പോലും ഇല്ല. പക്ഷെ നിൻ്റെ മൂഢത്തരമാണ് നീ ഇങ്ങനെ അർജുനെ തോൽപ്പിക്കാമെന്നൊക്കെ കരുതുന്നു. കർണൻ ഒരുപാട് ദേഷ്യം വർദ്ധിച്ചു. പക്ഷെ എന്നിട്ടും ആ ദേഷ്യം പ്രകടിപ്പിക്കാതെ ചിരിക്കുന്ന പോലെ അഭിനയിച്ചു.
എന്നിട്ട് കർണൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. പാണ്ഡവർ ഇത് മാത്രമല്ല, ഇതിൽ നിന്നും വലിയ ശക്തരാണ്. പക്ഷെ ഞാൻ അതിൽ നിന്നും വലിയ ശക്തനാണ്. ഞാൻ എൻ്റെ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കുന്നതായിരിക്കും. എന്നെ ഒരു സാധാരണ വ്യക്തിയായിട്ട് നീ കാണരുത്. എൻ്റെ കയ്യിൽ ദേവേന്ദ്രൻ്റെ ശക്തിയാസ്ത്രമുണ്ട്. ഞാൻ ആർക്കെതിരെ ഇത് എറിഞ്ഞാലും അവർ തീർച്ചയായിട്ടും മരിക്കുന്നതായിരിക്കും. ദേവന്മാരുടെ വാക്കുകൾ ഒരിക്കലും അസത്യമാകത്തില്ല. ഞാനത് അർജുനെതിരെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഞാൻ അർജുനെ കൊന്നാൽ ഉടൻ തന്നെ എൻ്റെ ലക്ഷ്യം സഫലമാകുന്നതായിരിക്കും. പിന്നെ അവരുടെ സഹോദരന്മാർക്ക് ആർക്കും യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബ്രാഹ്മണ ശ്രേഷ്ഠ ഞാൻ എൻ്റെ ശക്തിയിൽ അഭിമാനിക്കുന്നത്. പക്ഷെ കർണൻ്റെ ദേഷ്യം എല്ലാം ഒരുപാട് വർദ്ധിച്ചു. എന്നിട്ട് കൃപാചാര്യരെ അപമാനിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളല്ലേലും ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ വാക്കുകൾ കൊണ്ടുപോലും പാണ്ഡവരെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, പാണ്ഡവരുടെ ശക്തിയെ ഞാൻ ഒരിക്കലും യുദ്ധത്തിൽ കണ്ടിട്ടില്ല. നമ്മളും അവരുടെ സൈന്യത്തെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മർ, ഭാഗദത്തൻ, ഭുരിശ്രവൻ, സോമദത്തൻ, ജയദ്രഥൻ, അതെല്ലാം വിധിയുടെ വിളയാട്ടം കൊണ്ടാണ് അവരെല്ലാം മരിച്ചു വീണത്. അവരെല്ലാം യുദ്ധകളത്തിൽ വീണത്. അല്ലെങ്കിൽ ഇത്രയും ശ്രേഷ്ഠരായിട്ടുള്ള യോദ്ധാക്കളെ പാണ്ഡവർക്ക് എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും? പ്രത്യേകിച്ച് ദ്രോണർ ഉള്ളപ്പോൾ, നിങ്ങളുള്ളപ്പോൾ, ദുര്യോധനുള്ളപ്പോൾ, ഞാനുള്ളപ്പോൾ, മറ്റ് യോദ്ധാക്കളുള്ളപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റിയത്? ഇതെല്ലാം വിധി തന്നെയാണ്. പക്ഷെ എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ശത്രുക്കളെ തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണും എൻ്റെ ശക്തി എന്താണ്. ഇതും കൂടാതെ കുറേ കൃപാചാര്യരെ കളിയാക്കി സംസാരിച്ചു. അശ്വത്ഥാമാവ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അശ്വത്ഥാമാവിൻ്റെ അമ്മാവനാണ് കൃപാചാര്യൻ. അന്നേരം അശ്വത്ഥാമാവിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന് കർണനുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ ഒരിക്കലും അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ എപ്പോഴും കർണനെതിരെ ഒരു ശത്രുതാഭാവം അശ്വത്ഥാമാവിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാരണം അശ്വത്ഥാമ ഒരിക്കലും മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല. അത് അശ്വത്ഥാമാവിന് പണ്ടേ അറിയാമായിരുന്നു. ഇപ്പോൾ എല്ലാ സീമയും അവൻ ലംഘിച്ചിരിക്കുകയാണ്. കൃപാചാര്യർ ബ്രാഹ്മണനാണ്. അതുകൂടാതെ കൗരവരുടെ ഗുരുസ്ഥാനത്തുമാണ്. അതുകൊണ്ട് ഒരു സൂതപുത്രനായ കർണൻ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല. ഉടൻ തന്നെ അശ്വത്ഥാമ വാളെടുത്തു രഥത്തിൽ നിന്ന് ചാടി അലറി കർണൻ്റെ നേരെ പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, മൂഢനായ കർണ, നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാനുള്ള ധൈര്യം വന്നു? ആചാര്യനായ കൃപാചാര്യർ സത്യമായിട്ടുള്ള കാര്യമല്ലേ അർജുനെക്കുറിച്ചും പാണ്ഡവരെക്കുറിച്ചും പറഞ്ഞത്. പക്ഷെ നിനക്കെപ്പോഴും അവരോട് ദ്വേഷമാണ്. അതുകൊണ്ടാണ് നിനക്കിതൊന്നും സഹിക്കാൻ കഴിയാത്തത്. നീ ഒരു വെറും നീചനായിട്ടുള്ള ഒരു സൂതപുത്രനാണ്. അതുകൊണ്ടാണ് നീ എപ്പോഴും ഇങ്ങനെ സ്വന്തം കാര്യം തന്നെ പുകഴ്ത്തി പറയുന്നത്. അർജുനുമായിട്ട് യുദ്ധം ചെയ്തപ്പോഴെല്ലാം നീ അപമാനിതനായി തോൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. സാക്ഷാൽ ദേവന്മാർക്കോ അസുരന്മാർക്ക് പോലും അർജുനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. പക്ഷെ എന്നിട്ടും നീ അർജുനെ തോൽപ്പിക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. അതുകൂടാതെ അർജുൻ്റെ കൂട്ടത്തിൽ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനുണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മാവനെ അപമാനിക്കുന്നത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാം. നിൻ്റെ തല ഞാൻ ഇപ്പോൾ അറക്കുമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ കർണനും അശ്വത്ഥാമാവിൻ്റെ വെല്ലുവിളി സ്വീകരിക്കുകയാണ്. അങ്ങനെ കർണൻ ഉടനെ വാളും പിടിച്ചുകൊണ്ട് രഥത്തിൽ നിന്ന് ഇറങ്ങിയാണ്. ഇത് കണ്ടിട്ട് ദുര്യോധന ആകെ ടെൻഷനായി. ദുര്യോധൻ ഇടയ്ക്ക് വന്നിട്ട് രണ്ടുപേരുടെയും തോളിൽ പിടിച്ചിട്ട് പറഞ്ഞു. അന്നേരം കർണൻ വാള് വീണ്ടും തിരിച്ച് എടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. നമ്മുടെ എതിരാളികൾ ശക്തമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ തമ്മിൽ അടിക്കുകയല്ല ചെയ്യേണ്ടത്, അവർക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് ദുര്യോധൻ അശ്വത്ഥാമനോട് പറഞ്ഞു, അശ്വത്ഥാമ, കർണനോട് ക്ഷമിക്കൂ, കർണനോട് ദേഷ്യപ്പെടരുത്. പാണ്ഡവർ വളരെ ശക്തമായിട്ട് നമ്മളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ശക്തി നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ദുര്യോധൻ്റെ ഈ ടെൻഷൻ കണ്ടിട്ട് അശ്വത്ഥാമാവ് സ്വയം സമാധാനിച്ചു. എന്നിട്ട് പറഞ്ഞു, കർണ, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. നിൻ്റെ അഹങ്കാരത്തെ എല്ലാം അർജുൻ അധികം താമസിക്കാതെ തീർക്കുന്നതായിരിക്കും എന്ന് അശ്വത്ഥാമ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടുകൂടി കർണൻ അവിടെ നിന്ന് പിന്തിരിയുകയാണ്.
രൂക്ഷമായിട്ട് കർണൻ അശ്വത്ഥാമാവിനെ നോക്കി. എന്നിട്ട് കൃപാചാര്യനും പൊതുവെ വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞു, ക്രൂരനായ കർണ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അർജുൻ നിൻ്റെ അഹങ്കാരത്തെ തീർക്കുന്നതായിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരം നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വളരെ ശക്തമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡവ സൈന്യം ശക്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു, കൗരവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. കർണൻ ഇപ്പോഴും അശ്വത്ഥാമാവിനോട് വലിയ ദേഷ്യം തോന്നുകയാണ്. ആ ദേഷ്യത്താൽ പാണ്ഡവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കർണൻ വിചാരിച്ചു, ഇനി എന്തായാലും എൻ്റെ ശക്തി പൂർണ്ണമായിട്ട് കാണിച്ചേ പറ്റൂ. എന്നിട്ട് വില്ലിൻ്റെ ഞാണ് ചെവി വരെ വലിച്ചു പിടിച്ച് അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. കർണനെതിരെ വരുന്ന സാരഥികളും കുതിരപ്പടയാളികളും എല്ലാം 100 കണക്കിന് യോദ്ധാക്കൾ മരിച്ചു വീഴാൻ തുടങ്ങി. ചില പാണ്ഡവ യോദ്ധാക്കൾ പറഞ്ഞു, കർണൻ ദാ വരുന്നു, ആ നീചനായ കർണൻ, നമ്മൾ അവനെ തടഞ്ഞേ പറ്റൂ. ഇവനാണ് എല്ലാ പാപത്തിൻ്റെയും അടിവേര്, അവനെ എന്തായാലും കൊന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മുന്നോട്ട് വന്നു. യുധിഷ്ഠിരൻ്റെ യോദ്ധാക്കൾ എല്ലാവരും കർണനെതിരെ തിരിഞ്ഞു. ആയിരക്കണക്കിന് യോദ്ധാക്കൾ ആയിരക്കണക്കിന് ആയുധങ്ങൾ കർണനെതിരെ എറിഞ്ഞു. അത്രയും ആയുധങ്ങൾ എതിരെ വന്നപ്പോൾ കർണൻ രഥത്തെ സാരഥിയെടുത്ത് പറഞ്ഞ് കറക്കി വളരെ വിദഗ്ധമായിട്ട് അതിനെയെല്ലാം ഒഴിയുകയും ചെയ്തു. അതിനോടൊപ്പം അവരെ ആ ആയുധങ്ങളെ തടയുകയും ചെയ്തു. അതിനെതിരെ അതുകൂടാതെ എറിഞ്ഞവർക്കെതിരെ എല്ലാ അസ്ത്രങ്ങൾ അയക്കുകയാണ്. കർണൻ വളരെ നിഷ്പ്രയാസം ആ ആയുധങ്ങളെല്ലാം തുണ്ടം തുണ്ടമാക്കി. ആ എറിഞ്ഞ യോദ്ധാക്കൾക്കെല്ലാം ദേഷ്യമായി, കാരണം ഒരു ആയുധം പോലും കർണന് കൊണ്ടില്ല. വീണ്ടും പാണ്ഡവ യോദ്ധാക്കൾ അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ കർണനെ വീണ്ടും മൂടി. പക്ഷെ കർണൻ വീണ്ടും അതിനെല്ലാം തടഞ്ഞു എന്നുള്ളതാണ്. അതിന് മറുപടിയായിട്ട് വേറെ അസ്ത്രങ്ങളും അയച്ചു. പല പല മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടുള്ള അസ്ത്രങ്ങളാൽ ആയിരക്കണക്കിന് യോദ്ധാക്കൾ മരിച്ചു വീഴാൻ തുടങ്ങി. അപ്പോൾ പാണ്ഡവ യോദ്ധാക്കൾ ഭയത്താൽ ഓടാൻ തുടങ്ങി. അവരെല്ലാവരും അവർക്ക് ഒരു രക്ഷകനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പോഴത്തേക്കും ഭീമസേനൻ അവിടെ എത്തി കർണനെ വെല്ലുവിളിച്ചു. ഉടൻ തന്നെ കർണൻ പല്ല് കടിച്ചു പിടിച്ചിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങളെ ഭീമനെതിരെ എറിഞ്ഞു. അതിൽ ഭീമൻ്റെ ധ്വജസ്തംഭം മുറിഞ്ഞു വീഴുകയാണ്. അതിനോടൊപ്പം തന്നെ 4 അസ്ത്രങ്ങൾ അയച്ച് ഭീമൻ്റെ കുതിരകളെ കൊല്ലുകയാണ്. വീണ്ടും 5 അസ്ത്രങ്ങൾ അയച്ച് വിശോകൻ എന്ന് പറയുന്ന ആ സാരഥിയെ മുറിവേൽപ്പിക്കുകയാണ്. ഉടൻ തന്നെ വിശോകൻ ചാടി സാത്വികയുടെ രഥത്തിലേക്ക് കയറുകയാണ്. അപ്പോഴേക്കും ദേഹത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതിൽ ക്രുദ്ധനായ ഭീമൻ വലിയൊരു നീളമുള്ള കുന്തം എടുത്ത് കർണനെതിരെ എറിയുകയാണ്. പക്ഷേ അത് കയ്യിൽ നിന്ന് എറിയുന്നതിന് മുമ്പേ തന്നെ കർണൻ 10 അസ്ത്രങ്ങൾ കൊണ്ട് അതിനെ തുണ്ടം തുണ്ടമാക്കുകയാണ്. ഇത് കണ്ടിട്ട് ഭീമന് വലിയ ദേഷ്യം. ഭീമൻ ഉടനെ ഒരു വാളും പരിചയം എടുത്തിട്ട് ചാടുകയാണ്. ഉടൻ തന്നെ കർണൻ 1000 അസ്ത്രങ്ങൾ കൊണ്ട് ആ പരിചയെ തുണ്ടം തുണ്ടമാക്കുകയാണ്. എന്നിട്ട് ഭീമൻ ദേഷ്യം വന്നിട്ട് ആ വാളിനെ ശക്തമായിട്ട് കർണനെതിരെ എറിയുകയാണ്. അത് കർണൻ്റെ വില്ലിനെ 2 തുണ്ടമാക്കുകയാണ്. കർണൻ ഉടൻ തന്നെ അടുത്ത വില്ലെടുത്തു. എന്നിട്ട് ഒരു 100 അസ്ത്രങ്ങൾ ഭീമസേനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. ഭീമൻ അപ്പോഴേക്കും ചാടി കർണൻ്റെ രഥത്തിൻ്റെ അടുത്തേക്ക് എത്തി. അന്നേരം ഭീമൻ എത്രയും പെട്ടെന്ന് അടുത്ത് കണ്ടപ്പോൾ കർണൻ ഭയപ്പെട്ടു. കർണൻ താഴോട്ട് ഇങ്ങനെ കുനിഞ്ഞു എന്നുള്ള, ഇപ്പം എനിക്ക് ഇടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറമോട്ട് മാറി. എന്നിട്ട് അപ്പോൾ സാരഥി അപ്പം തന്നെ കർണൻ്റെ സാരഥി രഥത്തെ മുന്നോട്ട് നീക്കുക, അല്ലെങ്കിൽ കർണൻ ഇപ്പം കിട്ടിയേന്. കർണൻ വീണ്ടും എഴുന്നേറ്റ് രഥത്തിൽ, എന്നിട്ട് ഒരു 50 അസ്ത്രങ്ങൾ ഭീമനെതിരെ എറിഞ്ഞു എന്നുള്ളത്. എന്നിട്ട് ആ അസ്ത്രങ്ങൾ കൊണ്ട് ഭീമൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയും ചിലതൊക്കെ കൊണ്ടു. എന്നിട്ട് ആനപ്പടകളുടെ കൂട്ടത്തിൽ കയറുകയാണ്. എന്നിട്ട് കൈവച്ച് ഇടിച്ചിടിച്ച് എത്രയോ ആനകളെ ഭീമൻ വീഴ്ത്തി എന്നുള്ളതാണ്.
എന്നിട്ട് ആ ആനകൾ കൊണ്ട് ഭീമൻ കവർ ചെയ്തു എന്നുള്ളത്. കർണൻ്റെ രഥം അസ്ത്രങ്ങൾ കൊള്ളാതിരിക്കാൻ ഈ ആനകളെയായിരുന്നു കവചമായിട്ട് യൂസ് ചെയ്തത് ഭീമസേന. അന്നേരം എന്നിട്ടും കർണൻ എങ്ങനെയെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കറങ്ങി കറങ്ങി ഭീമനെ അസ്ത്രങ്ങൾ കൊണ്ട് തുളയ്ക്കാൻ നോക്കുകയാണ്. ഭീമ ഉടനെ എന്ത് ചെയ്തെന്നറിയോ? ഒരു ആനയെടുത്ത് പൊക്കി കർണനെതിരെ ഒറ്റയേറി. ഒരു വലിയ ആന, ഒന്നാലോചിച്ച് പോണേ. പക്ഷെ കർണൻ ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ ആനയുടെ ശവത്തെ തുണ്ടം തുണ്ടമാക്കി എന്നുള്ളതാണ്. എന്നിട്ട് വീണ്ടും അസ്ത്രങ്ങൾ എറിയാൻ തുടങ്ങി. അന്നേരം ഭീമൻ്റെ കയ്യിൽ ഒരു ആയുധമില്ല. അന്നേരം ഭീമൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കർണൻ്റെ അസ്ത്രങ്ങൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭീമൻ അങ്ങോട്ട് ദേഷ്യം വന്നു. ഭീമൻ കുതിരകളെ എടുത്തെറിയാൻ തുടങ്ങി, രഥങ്ങളെ എടുത്തെറിയാൻ തുടങ്ങി. എന്നിട്ട് ആനയുടെ തുമ്പിക്കൈയും കാലും കൈയും ഒക്കെ അതെല്ലാം എടുത്ത് കണ്ണി കാണുന്ന എല്ലാം എടുത്തിട്ട് എറിയുമായിരുന്നു. കൈ കിട്ടുന്ന എല്ലാം എടുത്ത് എറിയുകയാണ്. പക്ഷേ അതിനെല്ലാം കർണൻ തുണ്ടം തുണ്ടമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഭീമന് ഭയങ്കര ദേഷ്യമായി. അന്നേരം ഭീമൻ അറിയായിരുന്നു എന്തായാലും കർണനെ കൊല്ലാൻ കഴിയില്ല. അത് കാരണം അർജുൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് കർണനെ കൊല്ലുമെന്ന്. അതുകൊണ്ട് കർണൻ എന്തായാലും മരിക്കാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ സമയം കളയേണ്ടെന്ന് പറഞ്ഞിട്ട് യുദ്ധത്തെ അവിടെ അവസാനിപ്പിച്ച് ഒരു ആനയുടെ പുറകിലൂടെ ഒളിച്ച് ഭീമൻ അവിടെ നിന്ന് ഓടുകയാണ്. പക്ഷെ എന്നിട്ടും കർണൻ വിടാൻ തയ്യാറല്ല. ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ ഭീമനെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഭീമന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷേ കർണൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അർജുനൊഴികെ ബാക്കി ആരെയും കൊല്ലത്തില്ലെന്ന്. അതുകൊണ്ട് കർണനൊന്നും ചെയ്യാനും പറ്റിയില്ല. എന്നിട്ട് കർണൻ ഭീമൻ്റെ അടുത്ത് എന്നിട്ട് കൈവച്ചിട്ട് തലയ്ക്കൊരു കൊട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ വെറും മൂഢനായിട്ടുള്ള ഒരു ആണത്വമില്ലാത്ത യുദ്ധമാണ്. അതുകൊണ്ട് നീ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുക. എന്നോട് യുദ്ധം ചെയ്യാൻ ശരിക്കും ഒരു ആണുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ചങ്കുറപ്പ് നിനക്കില്ല. നിനക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമേ ശക്തിയുള്ളൂ. നിന്നെപ്പോലുള്ള കുട്ടികൾക്ക് യുദ്ധം ചെയ്യാനുള്ള സ്ഥലമല്ല അതൊന്നും. നിനക്ക് വനത്തിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. എത്രയും പെട്ടെന്ന് കൃഷ്ണനെ അർജുനെയും കണ്ടുപിടിക്കുക നിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയെന്ന്. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ഭീമന് ദേഷ്യമേ. ഭീമൻ പറഞ്ഞു, എടാ മൂടാ, ഞാൻ എത്രയോ പ്രാവശ്യം നിന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചിരിക്കുന്നു. നിൻ്റെ വിധിയുടെ ഒറ്റ ഇതുകൊണ്ടാണ് നീ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത്. പിന്നെ എന്തിനാണ് നീ ഇത്രയും വാചകം അടിക്കുന്നത്? നിനക്ക് യഥാർത്ഥ യുദ്ധം ചെയ്യണം, നീ രഥത്തിൽ നിന്ന് ഇറങ്ങി വാ. എന്നിട്ട് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ പറഞ്ഞു, മല്ലയുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഞാൻ കീചകനെ എങ്ങനെ തോൽപ്പിച്ച് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അർജുൻ അവിടെ എത്തി, കർണനിൽ നിന്ന് അധികം ദൂരം അല്ലാതെ. അന്നേരം ഭീമൻ രഥവും ആയുധവും ഇല്ലാതെ താഴെ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ അർജുന് ഭയമായി. ഭീമൻ എന്തെങ്കിലും സംഭവിക്കും. അന്നേരം ഒരു കൂട്ടം അസ്ത്രങ്ങൾ കർണനെതിരെ എറിഞ്ഞു എന്നുള്ളു. അന്നേരം അത് നല്ല അവസരമായിട്ട് കണ്ടിട്ട് ഭീമ അവിടെ നിന്ന് സ്കൂട്ടടിക്കുകയാണ്. കർണൻ ഉടനെ കണ്ടു അർജുനെ. അന്നേരം അർജുനെ കണ്ടപ്പോൾ കർണൻ്റെ മുഖം തെളിഞ്ഞു. എന്നിട്ട് അപ്പോഴും ആ ശക്തി അസ്ത്രത്തെ നോക്കുകയാണ്. എന്നിട്ട് കർണൻ ചിന്തിച്ചു, പാണ്ഡവർ ഇനി ദുഃഖിക്കാനുള്ള സമയമായെന്ന്. അർജുൻ ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ കർണനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. കർണൻ്റെ വില്ല് വരെ കയ്യിൽ നിന്ന് പോയി. എങ്ങനെയൊക്കെയോ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഒരു കൂട്ടം അസ്ത്രങ്ങൾ വീണ്ടും എറിഞ്ഞു. അർജുൻ അതിനെയെല്ലാം തുണ്ടം തുണ്ടമാക്കി. എന്നിട്ട് തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. കർണൻ എങ്ങനെയൊക്കെയോ സ്വബോധം തിരിച്ചു കിട്ടാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ഒരു നീളമുള്ള അസ്ത്രം മന്ത്രങ്ങൾ ജപിച്ച് കർണനെതിരെ എറിയുകയാണ്. അത് കാറ്റിൻ്റെ വേഗതയിൽ ആ അസ്ത്രം വരികയാണ്. അന്നേരം ആ അസ്ത്രങ്ങൾ കർണൻ്റെ മരണത്തിന് കാരണമാകുമെന്ന് മനസ്സിലാക്കി അശ്വത്ഥാമാവ്, കാരണം ദുര്യോധനോട് ഒരു കടപ്പാടുണ്ട്, അതുകൊണ്ട് കർണനെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അസ്ത്രം വരുന്ന ആ വായിൽ നിൽക്കുമ്പോൾ തന്നെ, അതായത് കർണനെതിരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് തുണ്ടം തുണ്ടമാക്കുകയാണ്. അത് മുറിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കർണൻ്റെ മരണം നടന്നേനെ. എന്നിട്ട് അശ്വത്ഥാമ അർജുനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. കാരണം കർണൻ ആകെ തളർന്നിരിക്കുകയാണ് ഭീമനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം. അങ്ങനെ ഒരു കൂട്ടം യോദ്ധാക്കൾ ഇരുപക്ഷത്തിൽ നിന്നും യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതൊരു പുതിയ യുദ്ധമായിട്ട് മാറി. അപ്പോഴേക്കും കർണൻ
അർജുനിൽ നിന്നും അർജുനെ കാണാതെ അർജുൻ എവിടെ നിന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബാക്കിയുള്ള യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്തു. സൂര്യൻ അസ്തമിക്കാറായി. പക്ഷേ രണ്ടു പക്ഷത്തിലുള്ള യോദ്ധാക്കളും പിന്തിരിയാൻ തയ്യാറായില്ല. അങ്ങനെ ഏകദേശം അസ്തമിക്കാറായപ്പോഴും രണ്ടുപേരും ശക്തമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഏകദേശം ഇരുപക്ഷത്തെയും 3/4 യോദ്ധാക്കളും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അറിയായിരുന്നു ഇനി എന്തായാലും യുദ്ധം തീരാറായിരുന്നു. മൊത്തം ഇരുട്ട് വ്യാപിച്ചു. സൂര്യൻ പൂർണ്ണമായിട്ട് അസ്തമിച്ചു കഴിഞ്ഞു. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കരുതി എല്ലാവരും പന്തം കൊളുത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആരാണ് സ്വന്തം ആള്, ആരാണ് ശത്രു എന്നറിയാതെ കൈ കെട്ടുന്നവരെല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. തീ പാറിക്കൊണ്ട് അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതായിട്ട് ഈ ഇരുട്ടത്ത് മിന്നാമിനുങ്ങളെ പോലെ അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞു വരികയാണ് അങ്ങോട്ട്. മിന്നാമിനുങ്ങ് പോലെയല്ല, തീഗോളത്തെ പോലെ തന്നെ അത്രയ്ക്ക് തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ മാത്രം പോകുന്നതായിട്ടാണ്. അതിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. പിന്നെ പന്തത്തിൻ്റെയും എത്രയോ രഥങ്ങൾ തകർന്ന് വീഴുന്നു, യോദ്ധാക്കളും ഒക്കെ. അപ്പോഴേക്കും ചന്ദ്രൻ ഉദിച്ചു. എന്നിട്ട് ആ ചന്ദ്രൻ്റെ നിലാവിലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങളുടെ കൂട്ടിമുട്ടലുകളും യോദ്ധാക്കളുടെ അലർച്ചയൊക്കെ. അർജുൻ അപ്പോഴേക്കും സംശപ്തകന്മാരുടെ മുഴുവൻ വിഭാഗത്തെയും ഏകദേശം തകർത്തിരിക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കൗരവ യോദ്ധാക്കളെ കൊല്ലാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇരുട്ടായി. അന്നേരം അർജുന് പ്രത്യേക ഒരു കഴിവുണ്ട്. കണ്ണടച്ചുകൊണ്ടും അല്ലെങ്കിൽ കാണാത്ത ലക്ഷ്യത്തെയും ശബ്ദഭേദി അസ്ത്രം കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ശബ്ദഭേദി അസ്ത്രം കൊണ്ട്. അതുകൂടാതെ ഇരുട്ടത്തും എതിരാളിയായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയുമായിരുന്നു. അന്നേരം ആ കഴിവും അർജുൻ ഉപയോഗിക്കാൻ തുടങ്ങി. അന്നേരം കൗരവരെല്ലാം ഓടാൻ തുടങ്ങി. കാരണം ഇരുട്ടത്തും അർജുൻ്റെ അസ്ത്രങ്ങൾ കറക്റ്റായിട്ട് യോദ്ധാക്കളെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം ഓടാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ദുര്യോധനൻ പറഞ്ഞു, ഓടരുത്, ഞാൻ അർജുനെ തടയുന്നതായിരിക്കും, നിങ്ങൾ യുദ്ധം ചെയ്യുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്നേരം അർജുൻ്റെ ദിശയിലേക്ക് ഒരു കൂട്ടം യോദ്ധാക്കളെ അയക്കുകയാണ്. ഈ സമയം കൊണ്ട് കൃപാചാര്യർ അശ്വത്ഥാമൻ്റെ അടുത്തിട്ട് പറഞ്ഞു, ദുര്യോധന് സ്വബോധമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദുര്യോധൻ നേരെ അർജുൻ്റെ മുന്നിലോട്ടാണ് ചാടുന്നത്. എങ്ങനെയെങ്കിലും തടയണം, അല്ലെങ്കിൽ അർജുൻ ദുര്യോധനെ ഇപ്പം തീർക്കും, എങ്ങനെയെങ്കിലും തടയാൻ പറഞ്ഞു. അങ്ങനെ അശ്വത്ഥാമാവ് ദുര്യോധൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, ഗാന്ധാരി പുത്ര, ഞാൻ ജീവനോടുള്ളപ്പം നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പാർത്ഥനെ തടയാമെന്ന് പറഞ്ഞു. അങ്ങനെ ദുര്യോധൻ പറഞ്ഞു, നിൻ്റെ അച്ഛൻ എന്തോ സ്വന്തം മക്കളുമായിട്ട് യുദ്ധം ചെയ്യുന്ന പോലെയാണ് പാണ്ഡവരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നീയും ഇതുവരെ നിൻ്റെ പരിപൂർണ ശക്തിയും യുദ്ധത്തിൽ കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശത്രുക്കൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് എത്രയോ എനിക്ക് എന്നോട് തന്നെ അപമാനം തോന്നുന്നു. കാരണം എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഇത്രയും യോദ്ധാക്കൾ മരിച്ചത്. അതുകൊണ്ട് ഇനി നിനക്കിതൊരു നല്ലൊരു അവസരമാണ്. നീ എത്രയും പെട്ടെന്ന് യുദ്ധം ചെയ്ത് ശത്രുക്കളെയെല്ലാം തോൽപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദുര്യോധൻ അർജുൻ്റെ അടുത്ത് എത്തുന്നതിൽ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു. ഹനുമാൻ്റെ കൊടിയടയാളമൊക്കെ കണ്ടു. ഹനുമാൻ അവിടെ കൊടിയടയാളത്തിലിരുന്ന് അലറിക്കൊണ്ടിരിക്കുകയാണ്. അശ്വത്ഥാമാവ് പറഞ്ഞു, ദുര്യോധന, തീർച്ചയായിട്ടും പാണ്ഡവർ എൻ്റെ അച്ഛൻ്റെ വളരെ പ്രിയപ്പെട്ടവരാണ്, എനിക്കും അവർ വളരെ പ്രിയപ്പെട്ടവരാണ്. പക്ഷേ യുദ്ധത്തിൽ സൗഹൃദമൊന്നുമില്ല. കർണൻ, ശല്യൻ, കൃതവർമ്മ, കൃപാചാര്യർ, എൻ്റെ അച്ഛൻ, നമ്മളെല്ലാവരും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ദുര്യോധൻ്റെ ഈ ഒരു കുറ്റപ്പെടുത്തൽ അസഹനീയമായിരുന്നു, പ്രത്യേകിച്ച് ദ്രോണാചാര്യർക്കെതിരെ. അതുകൊണ്ട് നല്ലൊരു അവസരമായിട്ട് കണ്ടിട്ട് നന്നായി തിരിച്ചു പറഞ്ഞു, ദുര്യോധന, നീ വളരെ ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരാണ്, നീ ക്രൂരനാണ്. നിൻ്റെ ഈ പാപങ്ങൾ കാരണമാണ് നമുക്ക് ജയിക്കാൻ പറ്റാത്തത്. നിനക്ക് ആരെയും വിശ്വാസമില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ക്ഷത്രിയ ധർമ്മം വിടത്തില്ല. ഞാൻ എൻ്റെ ശക്തി പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. നീ അധികം താമസിക്കാതെ പാഞ്ചാല രാജാക്കന്മാരും സോമകനും ചേതി രാജ്യത്തിലുള്ള എല്ലാവരും മരിക്കുന്നതായിട്ട് കാണും.
ഇവരെല്ലാവരും ഇന്ന് മരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അശ്വത്ഥാമാവിൻ്റെ രഥം അതിവേഗതയിൽ പാണ്ഡവ സൈന്യത്തിനെതിരെ തിരിയുകയാണ്. എന്നിട്ട് പാഞ്ചാല ദേശ രാജാക്കന്മാരെ എല്ലാം യോദ്ധാക്കളെല്ലാം കണ്ടിട്ട് പറഞ്ഞു, മഹാരഥികളെ, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് എന്നെ ആക്രമിക്കൂ, കാരണം ഞാൻ എൻ്റെ പൂർണ്ണ ശക്തിയും പ്രകടിപ്പിക്കാൻ പോവുകയെന്ന് പറഞ്ഞു തീർന്നതും ഒരു ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അശ്വത്ഥാമാവിനെതിരെ വരികയാണ്, ശരവർഷം പോലെ. അതിനെല്ലാം അശ്വത്ഥാമാവ് മറുപടി കൊടുക്കുകയാണ്. പാണ്ഡവർ നോക്കി നിൽക്കെ ആ എതിരായിട്ട് നിന്നിരുന്ന എല്ലാവരെയും അശ്വത്ഥാമ കൊല്ലുകയാണ്. ഉടൻ തന്നെ ദൃഷ്ടദ്യുമ്നൻ അവിടെ ചാടിയെത്തി. എന്നിട്ട് പറഞ്ഞു, ആചാര്യപുത്ര, നീ എന്തിനാണ് സാധാരണ യോദ്ധാക്കളെ കൊല്ലുന്നത്? ഞാനിവിടെ നിൽപ്പുണ്ട്. നീ യഥാർത്ഥ യോദ്ധാവാണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യും, ഞാൻ നിന്നെ യമപുരിയിലേക്ക് അയക്കുന്നതായിരിക്കും. ദൃഷ്ടദ്യുമ്നൻ ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ അശ്വത്ഥാമനെ മുറിവേൽപ്പിച്ചു. അശ്വത്ഥാമന് ദേഷ്യം കൊണ്ട് വിറച്ചു. എന്നിട്ട് അശ്വത്ഥാമൻ്റെ ദേഹത്തിൽ നിന്നെല്ലാം രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും ദൃഷ്ടദ്യുമ്നൻ്റെ ആക്രമണത്തെ തടഞ്ഞു. എന്നിട്ട് പല രീതിയിലും അപമാനിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അശ്വത്ഥാമാവ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൃഷ്ടദ്യുമ്നൻ കളിയാക്കി ചിരിച്ചു, നീ പേരിന് വേണ്ടി മാത്രം ബ്രാഹ്മണനാണ്, നിനക്ക് എൻ്റെ ലക്ഷ്യം അറിഞ്ഞൂടെ? ഞാൻ നിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിൻ്റെ അച്ഛനെ കൊല്ലുന്നതായിരിക്കും, എന്നിട്ട് നിന്നെ ഞാൻ കൊല്ലുന്നതായിരിക്കും. ഇന്ന് നീ സുരക്ഷിതനായിട്ട് പോകും. നിൻ്റെ അച്ഛൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലത്തില്ല. നാളെ സൂര്യോദയത്തിൽ ഞാൻ എൻ്റെ സ്വന്തം അസ്ത്രങ്ങളാൽ നിൻ്റെ അച്ഛനെ കൊല്ലുന്നതായിരിക്കും. കാരണം ഒരു ബ്രാഹ്മണൻ്റെ കർത്തവ്യങ്ങളെല്ലാം മറന്ന് ആയുധം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും വധത്തിന് അർഹനാണെന്ന്. അശ്വത്ഥാമാവ് ദേഷ്യം കൊണ്ട് വിറച്ച് ഒരു കൂട്ടം അസ്ത്രങ്ങൾ ദൃഷ്ടദ്യുമ്നെതിരെ എറിയുകയാണ്. ഒരു കുലുക്കവും ഇല്ലാതെ ദൃഷ്ടദ്യുമ്നൻ വീണ്ടും തിരിച്ച് ആക്രമിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള യുദ്ധം ദേവന്മാർ പോലും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. കാരണം പല പല ദിവ്യാസ്ത്രങ്ങളും ഇരുവരും ഉപയോഗിച്ചു, അതെല്ലാം കൂട്ടിമുട്ടി അവിടെ തകർന്ന് വീഴുകയാണ്. അന്നേരം ദൃഷ്ടദ്യുമ്നനെ ഒട്ടും പരാജയപ്പെടുത്താൻ കഴിയുന്നില്ലെന്ന് മനസ്സിലായപ്പം അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നൻ്റെ കുതിരകളെയും സാരഥിയും കൊല്ലുകയാണ്. എന്നിട്ട് ദൃഷ്ടദ്യുമ്നനെ മറികടന്ന് പാഞ്ചാല ദേശ രാജാക്കന്മാരെ യോദ്ധാക്കളെ ആയിരക്കണക്കിന് യോദ്ധാക്കളെ കൊല്ലാൻ തുടങ്ങി. നോക്കി നിൽക്കുക, ആർക്കെങ്കിലും തടയുന്നതിന് മുമ്പേ തന്നെ 10,000 കുതിരപ്പടയാളികളെയും കാൽപ്പടയാളികളെയും കൊന്നു എന്നുള്ളതാണ്. ഉടൻ തന്നെ യുധിഷ്ഠിരനും ഭീമസേനും നകുല സഹോദരന്മാരും സഹായിക്കാനെത്തി. അങ്ങനെ ഒരു പൊതുയുദ്ധം അവിടെ ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോഴും ചന്ദ്രൻ ഉദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരം തമ്മി അവർക്ക് ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഇരുട്ടാണല്ലോ. പക്ഷെ അവരുടെ ശബ്ദത്തിൽ നിന്നാണ് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ശത്രുവാണോ അല്ലയോ. അങ്ങനെ അർദ്ധരാത്രി ആകാറായി. ഘടോത്കചന് സ്വന്തം ശക്തി ഇരട്ടി വർദ്ധിച്ചതായിട്ട് അനുഭവപ്പെട്ടു. അശ്വത്ഥാമാവിൻ്റെ ആക്രമണത്തിൽ നിന്നും ഇപ്പോൾ സ്വബോധം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഘടോത്കചന്. അതുകൊണ്ട് ഘടോത്കചൻ യുദ്ധത്തിൽ തിരിച്ചു വന്നു. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് രാക്ഷസന്മാരുടെ ശക്തി ഇരട്ടി വർദ്ധിക്കുമല്ലോ. അന്നേരം വീണ്ടും ഘടോത്കചനെ യുദ്ധകളത്തിൽ കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, അർജുന, ഭീമൻ്റെ ആ ശക്തനായിട്ടുള്ള പുത്രൻ വന്നിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ കർണനെ തടയാൻ നീ ഒഴിച്ച് ഒരേ ഒരാൾ, അത് ഘടോത്കചനാണ്. എത്രയും പെട്ടെന്ന് ഘടോത്കചനെ നമുക്ക് കർണൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം. കർണൻ കണ്ടില്ല എങ്ങനെയാണ് നമ്മുടെ സൈനികരെ എല്ലാം കൊന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യോദ്ധാക്കൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കർണൻ്റെ ആ ധ്വജസ്തംഭത്തെ കാണിച്ചിട്ട് ഇപ്പോഴും പന്തമൊക്കെ കൊളുത്തി അടുത്ത് ദൂരെ നിന്ന് കാണാൻ പറ്റും. പാണ്ഡവരെ മുഴുവൻ തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അത് കാണിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, നീ കർണനുമായിട്ട് യുദ്ധം ചെയ്യേണ്ട സമയമായിട്ടില്ല. ഇപ്പോഴും കർണൻ്റെ കയ്യിൽ ആ ശക്തി അസ്ത്രമുണ്ട്. നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് പാർത്ഥ അത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഘടോത്കചനോട് എത്രയും പെട്ടെന്ന് കർണനുമായിട്ട് യുദ്ധം ചെയ്യാൻ പറയണം.
എല്ലാ തരത്തിലുള്ള ആസുരിക അസ്ത്രങ്ങൾ ഉപയോഗിക്കാനും അവൻ മിടുക്കനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കർണന് വലിയൊരു ഭീഷണിയായിട്ട് മാറുന്നു. അർജുൻ കർണനെ നോക്കി. അർജുൻ ആഗ്രഹിച്ചിരുന്നു കർണൻ്റെ അഹങ്കാരത്തെയൊക്കെ തകർക്കണമെന്ന്. അർജുൻ അറിയാമായിരുന്നു ശക്തി അസ്ത്രത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് അർജുന് ഭയമില്ല. കാരണം എല്ലാ തരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളും അതിനുള്ള മറുപടി അർജുൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഭഗവാൻ പറഞ്ഞ സ്ഥിതിക്ക് അത് പാലിക്കേണ്ട കർത്തവ്യം അർജുനുണ്ട്. ഭഗവാൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ശക്തി അസ്ത്രം കൂടുതൽ ശക്തമായിരിക്കാം. ഉടൻ തന്നെ അർജുനൻ ഘടോത്കചനെ വിളിച്ചു. ഘടോത്കചൻ കൈകൂപ്പി ഭഗവാന്റെയും അർജുൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആജ്ഞാപിച്ചാലും നിങ്ങൾ പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഭഗവാൻ ഉടനെ പറഞ്ഞു, എൻ്റെ അനുഗ്രഹം സ്വീകരിക്കൂ ഘടോത്കച. എന്നിട്ട് ഞാൻ പറയുന്ന കേൾക്കൂ. നിൻ്റെ ശക്തി പ്രദർശിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നീ യുദ്ധം ചെയ്ത പോലെ ഇനി ആരും ഈ ലോകത്തിന് യുദ്ധം ചെയ്യരുത്. ആ രീതിയിൽ നീ യുദ്ധം ചെയ്യണം. അവിടെ നീ കർണൻ്റെ ആ ധ്വജസ്തംഭം കണ്ടില്ലേ? അവ ആയുധങ്ങളെടുത്ത് എറിയുന്ന കണ്ടില്ലേ? അവൻ നമ്മുടെ സൈന്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ മുമ്പിൽ ആർക്കും പിടിച്ചിരിക്കാൻ കഴിയില്ല. അവനെ തടയാൻ നിന്നെക്കൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു കപ്പലായി മാറണം ഈ കൗരവ സമുദ്രത്തെ മറികടക്കാമെന്ന്. അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ ഒരു ശ്രാവിനെ പോലെയാണ് കർണൻ ഇപ്പോൾ പാണ്ഡവ സൈന്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ അച്ഛനും നിൻ്റെ അമ്മാവന്മാർക്കും എല്ലാവർക്കും, ചിറ്റപ്പന്മാർക്കും എല്ലാവർക്കും നിൻ്റെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതിനു വേണ്ടിയാണ് ക്ഷത്രിയന്മാർക്ക് ജന്മം നൽകുന്നത്. നീ തീർച്ചയായിട്ടും ഭീമൻ്റെ വീരപുത്രനാണ്. അതുകൊണ്ട് രാക്ഷസ, നീ വേഗം ചെന്ന് യുദ്ധം ചെയ്യൂ. നിൻ്റെ എല്ലാ ശക്തികളും കർണനെതിരെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അതേ സമയത്ത് പാണ്ഡുപുത്രന്മാരും ദൃഷ്ടദ്യുമ്നനും ദ്രോണാചാര്യരും ബാക്കിയുള്ള ദ്രോണരെയും കൂട്ടരുമായിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അർജുൻ പറഞ്ഞു, നിന്നെ സഹായിക്കാനായിട്ട് സാത്വികയെ ഞാൻ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ കർണനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞു. കർണനും കർണൻ്റെ കൂട്ടനും. ഈ ഒരു അവസരം കിട്ടിയപ്പോൾ ഘടോത്കചന് വലിയ സന്തോഷമായി. ഭഗവാൻ കൃഷ്ണനിൽ നിന്നും അർജുനിൽ നിന്ന് നേരിട്ടൊരു ഉപദേശം കിട്ടിയല്ലോ, ഒരു നിർദ്ദേശം കിട്ടിയല്ലോ. ഉടൻ തന്നെ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും കർണനെ തടയുന്നതായിരിക്കും. അതുകൂടാതെ ഇന്ന് എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാവരെയും ഞാൻ വകവരുത്തുന്നതായിരിക്കും. ഈ ലോകം ഉള്ളിടത്തോളം കാലം എൻ്റെ ഈ യുദ്ധത്തെക്കുറിച്ച് എല്ലാവരും എന്നെന്നും ഓർക്കുന്നതായിരിക്കും. അത്രയ്ക്ക് ഭീകരമായിട്ടായിരിക്കും ഞാൻ ഇന്ന് യുദ്ധം ചെയ്യുന്നത്. രാക്ഷസനെ പോലെ ഞാൻ യുദ്ധം ചെയ്യും, ആരോടും ഒരു കാരണയും കാണിക്കത്തില്ലെന്നും. വീണ്ടും ഭഗവാൻ കൃഷ്ണൻ്റെയും അർജുൻ്റെയും മുമ്പിൽ കൈകൂപ്പിയിട്ട് ഘടോത്കചൻ പോവുകയാണ്. എന്നിട്ട് നേരെ കർണനെതിരെ ചാടി വീഴുകയാണ്. ഒരു കൂട്ടം അസ്ത്രങ്ങൾ ഒരു 3 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അയക്കുകയാണ്. ഭീകരനായിട്ടുള്ള രാക്ഷസൻ വരുന്ന കണ്ടിട്ട് കർണൻ പാണ്ഡവരെ ആക്രമിക്കുന്ന നിർത്തിയിട്ട് നേരെ ഘടോത്കചനെ ആയിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വളരെ ഭീകരമായിട്ടുള്ളൊരു യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് അലംബുഷൻ, വേറൊരു രാക്ഷസനുണ്ടല്ലോ ദുര്യോധൻ്റെ അടുത്ത്. എന്നിട്ട് ദുര്യോധൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദുര്യോധന, എന്നെ അനുഗ്രഹിക്കൂ, ഞാൻ പാണ്ഡവരുമായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ എൻ്റെ സഹോദരനായ ഭഗനെ കൊന്നു, എൻ്റെ അച്ഛനായ ജടാസുരനെ കൊന്നു. പക്ഷെ അവരിനി രക്ഷപ്പെടത്തില്ല. കാരണം രാത്രി ആയതുകൊണ്ട് എൻ്റെ ശക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ദുര്യോധന വലിയ സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് പോയി ഘടോത്കചനെ വെല്ലുവിളിക്കുക. അവനും രാക്ഷസനാണ്. അതുകൊണ്ട് കർണനുമായിട്ടൊരു ഭീകര യുദ്ധം നടക്കുകയാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവരെ തീർക്കാൻ പറഞ്ഞു. അലംബുഷന് വലിയ സന്തോഷമായി. ഉടൻ തന്നെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഒരു ഇരുമ്പിൻ്റെ രഥത്തിൽ ചാടി അലംബുഷൻ മുന്നോട്ട് പോവുകയാണ്. ഘടോത്കചൻ അപ്പോഴും കർണനുമായിട്ട് വളരെ ശക്തമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ കർണനെ സഹായിക്കുന്ന ആയിരക്കണക്കിന് യോദ്ധാക്കളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അലംബുഷൻ അവിടെ എത്തിയപ്പം ഘടോത്കചൻ ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങൾ അലംബുഷനെതിരെ അയക്കുകയാണ്. ആ അസ്ത്രങ്ങളാൽ നന്നായി ആഴത്തിൽ മുറിവേറ്റു അലംബുഷന്. അലംബുഷൻ രാക്ഷസീയ ശക്തികൾ ഉപയോഗിച്ചു. പിന്നെ അതേ സമയത്ത് ഘടോത്കചൻ ഒരു കൂട്ടം ആയുധങ്ങളുടെ
മഴ പെയ്പ്പിക്കുകയാണ്, ശരവർഷം പെയ്പ്പിക്കുകയാണ്. അതെല്ലാം കർണൻ്റെയും അലംബുഷൻ്റെയും ബാക്കിയുള്ള കൗരവ യോദ്ധാക്കൾക്ക് മുകളിലും വീഴുകയാണ്. ഇതേപോലുള്ളൊരു മായാവി ശക്തി അലംബുഷൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ കുറേ സമയം ഇരുപേരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല മായാവി ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് പാറക്കഷ്ണങ്ങളും കുന്തങ്ങളും എല്ലാം ആകാശത്ത് നിന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭീകര മൃഗങ്ങളെല്ലാം അവിടെ യുദ്ധക്കളത്തിൽ വന്ന് യോദ്ധാക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രി കഴിഞ്ഞു. ഇത്രയും അർദ്ധരാത്രിയിലും അത്രയും ഘോരമായിട്ടുള്ള രാത്രി ആയതുകൊണ്ട് ആർക്കും ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ എന്നിട്ടും രാക്ഷസന്മാർ അന്യോന്യം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. പല പല മായാവി ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. പല പല ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ അലറിക്കൊണ്ടിരിക്കുന്നു, ദേഷ്യത്താൽ വിറച്ചുകൊണ്ടിരിക്കുന്നു. ഘടോത്കചൻ ഒടുവിൽ ശത്രുവിൻ്റെ മേൽ ഏകദേശം വിജയം കിട്ടാൻ തുടങ്ങി. അലംബുഷൻ്റെ രഥത്തെ തകർത്തു ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ. അലംബുഷൻ രഥത്തിൽ നിന്ന് ചാടി പറന്ന് ഘടോത്കചനെതിരെ വരികയാണ്. എന്നിട്ട് അലംബുഷൻ മുഷ്ടി ചുരുട്ടി ഘടോത്കചനെ നന്നായിട്ടൊന്ന് ഇടിക്കുകയാണ്. ആ ഇടി കൊണ്ട് ഘടോത്കചൻ ഒന്ന് കുലുങ്ങി. ഉടൻ തന്നെ ഘടോത്കചൻ്റെ കൈ ഉയർത്തി മുഷ്ടി ചുരുട്ടി നന്നായിട്ടൊന്ന് ഇടിച്ചു അലംബുഷനെ. അതോടുകൂടി അലംബുഷൻ തെറിച്ചു വീഴുകയാണ്. ഘടോത്കചൻ ചാടി അവൻ്റെ കഴുത്തിൽ പിടിച്ച് അമർത്തുകയാണ്. പക്ഷേ അലംബുഷൻ അത് വഴുതി മാറുകയാണ്. അങ്ങനെ മല്ലയുദ്ധം ആരംഭിക്കുകയാണ് അലംബുഷനും ഘടോത്കചനുമായിട്ട്. എല്ലാവർക്കും രോമാഞ്ചം തോന്നുന്ന രീതിയിൽ യുദ്ധമായിരുന്നു. ചിലപ്പം തൊഴിക്കുന്നു, ഇടിക്കുന്നു, അങ്ങോട്ട് മലർത്തി അടിക്കുന്നു, തൂക്കി എറിയുന്നു. പല രൂപങ്ങളെടുത്തു. ഒരാൾ പാമ്പിൻ്റെ രൂപം എടുക്കും, മറ്റൊരാൾ പരുന്തിൻ്റെ രൂപം എടുക്കുന്നു, ഒരാൾ ആനയുടെ രൂപം എടുക്കുമ്പോൾ ഒരാൾ പുലിയുടെ രൂപം എടുക്കുന്നു. അങ്ങനെ ആകാശത്ത് പറന്നുകൊണ്ട് ഇരുപേരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പല ആയുധങ്ങളുണ്ട്. വാളുകൊണ്ട്, കുന്തം കൊണ്ട്, മരങ്ങൾ കൊണ്ട്, പർവ്വതങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. അപ്പോഴേക്കും ഘടോത്കചൻ കൂടുതൽ ശക്തനായി തുടങ്ങി. അലംബുഷൻ തളരാൻ തുടങ്ങി. ഈ ഒരു നല്ലൊരു അവസരമായി കണ്ടിട്ട് അലംബുഷൻ്റെ മുടി പിടിച്ച് വലിച്ചഴക്കുകയാണ് ഘടോത്കചൻ. എന്നിട്ട് നന്നായി ചുരുട്ടി മലർത്തി ഒറ്റയടി. എന്നിട്ട് നന്നായി കാലുവെച്ച് തൊഴിക്കുകയാണ്. എന്നിട്ട് നല്ല തിളക്കമുള്ള വലിയ ഒരു വാളെടുത്തിട്ട് മുടി പിടിച്ച് തല ഉയർത്തിപ്പിടിച്ചിട്ട് ഒറ്റ വെട്ടാണ്. അതോടുകൂടി അലംബുഷൻ്റെ തല തെറിക്കുകയാണ്. ഘടോത്കചൻ രഥത്തിൽ അലംബുഷൻ്റെ ആ തലയും പിടിച്ചുകൊണ്ട് ദുര്യോധൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു. അപ്പോഴും രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ തലയിൽ നിന്ന്. എന്നിട്ട് ഇത് കണ്ടിട്ട് ദുര്യോധൻ ഭയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഘടോത്കചൻ പറയുക, സുഹൃത്തെ നോക്കൂ, കണ്ടില്ലേ നിൻ്റെ സുഹൃത്തിന് എന്ത് അവസ്ഥയായിരുന്നു? ഇതേപോലുള്ള അവസ്ഥ നിനക്കും കർണനും അധികം താമസിക്കാതാകാൻ പോവുകയാണ്. പിന്നെ ശാസ്ത്രം അനുസരിച്ച് പൊതുവെ ഒരു രാജാവിൻ്റെ അടുത്ത് പോകുമ്പോൾ വെറും കൈയോട് പോരുതെന്നാണ്. അതുകൊണ്ട് എൻ്റെ ഈ ഉപഹാരം സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ആ തലയെടുത്ത് ഒറ്റയേറി. എല്ലാ ഭയത്തിൽ നിന്നും മുക്തനാകും. കാരണം കർണനെ വധിക്കുന്നവരേ ഉള്ളൂ നിൻ്റെ ജീവൻ നിലനിൽക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ കർണനുമായിട്ട് യുദ്ധം ആരംഭിച്ചു എന്നുള്ളത്. ആ സമയത്ത് കർണനെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പാണ്ഡവ യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം അസ്ത്രങ്ങൾ കർണനെതിരെ എറിയുകയാണ് ഘടോത്കചൻ. എന്നിട്ട് രണ്ട് പുലികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പല കുന്തങ്ങൾ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും വാളുകൾ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് യുദ്ധം ചെയ്യാണ്. അവർ ആയുധങ്ങൾ എറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആർക്കും അങ്ങോട്ട് നോക്കാനുള്ള ധൈര്യം തോന്നിയില്ല. കാരണം ആ ആയുധങ്ങൾ അങ്ങനെ നമ്മുടെ ദേഹത്ത് വീണാലോ എന്ന് എല്ലാവർക്കും ഭയം തോന്നുകയാണ്. ഇരുപേരും രക്തത്തിൽ കുളിച്ചു ഇരിക്കുകയാണ്.
രണ്ടുപേരും അവരുടെ കഴിവിൻ്റെ പരമാവധി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവരുടെ ആ വില്ല് വളയ്ക്കുന്ന, ഞാണ് വലിക്കുന്ന ശബ്ദം അവിടെ എല്ലാം വ്യാപിച്ചു എന്നുള്ളതാണ്. അന്നേരം സാധാരണ അസ്ത്രങ്ങൾ കൊണ്ട് കർണനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല എന്ന് മനസ്സിലായപ്പോൾ ഘടോത്കചൻ രാക്ഷസ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. കർണന് ചുറ്റും ഒരു കൂട്ടം പിശാചുകൾ നിറഞ്ഞു. അവരുടെ കൈകളിൽ പാറകളും കുന്തങ്ങളും മരങ്ങളും ഗദകളും ഒക്കെ പിടിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് മഴ പെയ്യുന്ന പോലെ രാക്ഷസന്മാർ വരാൻ തുടങ്ങി. വലിയ വലിയ കോടാലികളും വലിയ വലിയ ഇരുമ്പിൻ്റെ ചക്രങ്ങളും പിടിച്ചുകൊണ്ട് കർണനെയും കർണൻ്റെ കൗരവ സൈന്യത്തെ ആക്രമിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഓടാൻ തുടങ്ങി. കർണന് മാത്രം അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല, കാരണം പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അന്നേരം 10,000 അസ്ത്രങ്ങളാൽ ആ രാക്ഷസന്മാരുടെ മായാശക്തിയെ തടുത്തു എന്നുള്ളതാണ്. ഉടൻ തന്നെ ഘടോത്കചൻ ദേഷ്യത്താൽ കർണനെതിരെ ഒരു ഗദയെടുത്ത് കറക്കി കറക്കി എറിഞ്ഞു എന്നുള്ളതാണ്. ആ ഗദയെ കർണൻ തുണ്ടം തുണ്ടമാക്കുകയാണ്. എന്നിട്ട് ഘടോത്കചനെ ഒരു 20 അസ്ത്രങ്ങൾ നെഞ്ചത്ത് നോക്കി അയക്കുകയാണ്. ആ അസ്ത്രങ്ങൾ കൊണ്ട് ഘടോത്കചൻ്റെ ഗതി നിൽക്കുകയാണ്. എന്നിട്ട് ഘടോത്കചൻ ഒരു നല്ല മൂർച്ചയുള്ള ഒരു ചക്രം എടുത്ത് എറിയുകയാണ്. ആ ചക്രത്തെയും കർണൻ തുണ്ടം തുണ്ടമാക്കുകയാണ്. അത് എറിയുന്നതിന് മുമ്പേ തന്നെ ഘടോത്കചന് ദേഷ്യം വന്നു. ദേഷ്യത്താൽ വീണ്ടും ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ കർണനെ മൂടി എന്നുള്ളതാണ്. കർണൻ അതിനെതിരെയും മറുപടി അസ്ത്രങ്ങൾ അയച്ചു. അവസാനം ഘടോത്കചൻ ആകാശത്തേക്ക് പറന്നുയർന്നു. എന്നിട്ട് കർണൻ്റെ നേരെ തലയ്ക്കുമേൽ നിന്നിട്ട് പാറകളും വലിയ മരങ്ങളുമൊക്കെ, 100 കണക്കിന് മരങ്ങളും പാറകളും കർണനെതിരെ എറിഞ്ഞു എന്നുള്ളത്. പക്ഷെ അതെല്ലാം കർണൻ തുണ്ടം തുണ്ടമാക്കി അസ്ത്രങ്ങൾ കൊണ്ട്. അവസാനം ദിവ്യ അസ്ത്രങ്ങളെ ആവാഹിച്ച് ഘടോത്കചൻ്റെ ദേഹം മുഴുവൻ അസ്ത്രങ്ങൾ കൊണ്ട് കുത്തിത്തുളച്ച് കയറി എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഒരു മുള്ളം പന്നിയെ പോലെ തോന്നിപ്പിക്കുകയായിരുന്നു. അങ്ങനെ മഹാഭാരതി പറയണം, അത്രയ്ക്ക് അസ്ത്രങ്ങൾ തുളച്ച് കയറി എന്നുള്ളത്. ഇനി വീണ്ടും ഘടോത്കചൻ മായാവി ശക്തികളെ ഉപയോഗിക്കാൻ തുടങ്ങി. കർണൻ്റെ ഈ ശക്തിയെ മറികടക്കാനായിട്ട് അദൃശ്യനായി അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. അത് കർണനെതിരെയും കൗരവർക്കെതിരെയും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉടൻ തന്നെ ദിവ്യാസ്ത്രങ്ങളെ ആവാഹിച്ച് അതിനെയൊക്കെ തടയുകയാണ്. ഉടൻ തന്നെ ഘടോത്കചൻ വളരെ ഒരു ഭീകര രൂപം എടുക്കുകയാണ്. അസംഖ്യം തലകളോട് കൂടിയുള്ള ഒരു രൂപം. എന്നിട്ട് ഒരുപാട് കൗരവ യോദ്ധാക്കളെ മെഴുകാൻ തുടങ്ങി. ഒരേ സമയത്ത് ഘടോത്കചൻ പല പല സ്ഥലങ്ങളിലുള്ളതായിട്ട് തോന്നി. ചില സമയത്ത് വളരെ വലിയ രൂപത്തിലും, ചില സമയത്ത് ഒരു തള്ളവിരലിൻ്റെ അത്രയും വലുപ്പത്തിലും, ചിലപ്പോൾ ഭൂമിയുടെ അടിയിലോട്ട് പോകും, ചിലപ്പോൾ ആകാശത്ത് നിന്ന് പറക്കുന്നതായിട്ട് കാണും. എന്നിട്ട് ചില സമയത്ത് വളരെ ദൂരെയായിട്ട് കാണും, ചില സമയത്ത് കർണൻ്റെ തൊട്ടടുത്തായിട്ട് കാണും. ഘടോത്കചൻ വലിയൊരു പർവ്വതത്തെ സൃഷ്ടിച്ചു. ആ പർവ്വതത്തിൽ നിന്നും അസ്ത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കർണൻ ആ പർവ്വതത്തെ തുണ്ടം തുണ്ടമാക്കി ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ചു. എന്നിട്ട് ഘടോത്കചൻ വലിയൊരു കാർമേഘത്തെ സൃഷ്ടിച്ചു കർണൻ്റെ നേരെ തലയ്ക്ക് മേലായിട്ട്. എന്നിട്ട് അതിൽ നിന്നും തുടർച്ചയായിട്ട് പാറക്കഷ്ണങ്ങൾ വീണുകൊണ്ടേയിരിക്കുന്നു. വായവ്യാസ്ത്രം ഉപയോഗിച്ച് കർണൻ ആ മേഘത്തെ തകർക്കുകയാണ്. അസംഖ്യം അസ്ത്രങ്ങളാൽ രാക്ഷസൻ്റെ ഘടോത്കചൻ്റെ ആ മായാവി ശക്തികളെ എല്ലാം തടയുകയാണ്. വീണ്ടും ആയിരക്കണക്കിന് രാക്ഷസന്മാർ എവിടെ നിന്നൊക്കെയോ വന്ന് കർണനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണൻ അവരെ എല്ലാം തടയുകയാണ് അസംഖ്യാസ്ത്രങ്ങൾ കൊണ്ട്. അതും കർണൻ്റെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിൽ നിന്ന് എറിയുമ്പോൾ ഒന്നും അറിയാൻ കഴിയില്ല, കൊള്ളുമ്പോൾ മാത്രമേ അറിയൂ അത് കർണൻ അയച്ച അസ്ത്രമാണ്. അത്രയ്ക്ക് വേഗതയിലായിരുന്നു കർണൻ്റെ വേഗത. അത്രയ്ക്ക് വേഗതയിലായിരുന്നു അസ്ത്രങ്ങൾ അയക്കുന്നത്. ഒരു കാട്ടുതീ പോലെ കർണൻ്റെ അസ്ത്രങ്ങൾ
ഘടോത്കചൻ്റെ കൂട്ടങ്ങളെല്ലാം തകർക്കാൻ തുടങ്ങി. ഇപ്പോൾ ഘടോത്കചൻ മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ ഭീമൻ്റെ പുത്രനായ ഘടോത്കചൻ ഒരു രഥത്തെ സൃഷ്ടിച്ചു മായാവി ശക്തി കൊണ്ട്. ആ രഥം ഒരു കുന്നിൻ്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു. അതിനെ ഓട്ടിക്കാനായിട്ട് ആനയുടെ വലിപ്പത്തിലുള്ള കഴുതയുടെ തലയുള്ള ഒരു കൂട്ടം പ്രേതങ്ങളായിരുന്നു. ആ രഥം, ഘടോത്കചൻ്റെ രഥം കർണൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു കുന്തമെടുത്ത് വജ്രത്തെ പോലെ ശക്തമായിട്ട് അത് കർണനെതിരെ ചീറിപ്പാഞ്ഞ് വരികയാണ്. ഘടോത്കചൻ എറിഞ്ഞു. കർണൻ ആ കുന്തത്തെ പിടിച്ചിട്ട് വീണ്ടും അത് ഘടോത്കചനെതിരെ എറിയുകയാണ്. അത് അത്ഭുതപ്പെട്ട് ഘടോത്കചൻ അവിടുന്ന് ചാടുകയാണ്. എന്നിട്ട് ആ കുന്തം രഥത്തിൽ കൊണ്ട് അതിനെ തുണ്ടമാക്കുകയാണ്. കുതിരകളും അതിലെ ഒട്ടിച്ചിരുന്ന ഭീകരജീവികളും സാരഥിയും എല്ലാം മരിച്ചു വീഴുകയാണ്. ഒരു വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയാണ്. ഘടോത്കചൻ വീണ്ടും ആകാശത്തേക്ക് പറന്നുയർന്നു. കർണൻ ഒരു കൂട്ടം ദിവ്യാസ്ത്രങ്ങൾ ഘടോത്കചനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം അതിവിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. അവസാനം ഒരു 100 രൂപങ്ങൾ എടുക്കുകയാണ് ഘടോത്കചൻ. കർണനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല യഥാർത്ഥ ഘടോത്കചൻ ആരാണ്. എന്നിട്ട് ഒരു കൂട്ടം ഭീകരജീവികൾ എല്ലാ ദിശകളിൽ നിന്നും കർണനെ ആക്രമിക്കാൻ തുടങ്ങി. സിംഹങ്ങൾ, പുലികൾ, കഴുതപ്പുലികൾ, വലിയ വിഷമുള്ള പാമ്പുകൾ, പിന്നെ ഇരുമ്പിൻ്റെ ചുണ്ടുള്ള കഴുകന്മാർ, അവരെല്ലാം അലറിക്കൊണ്ട് കർണനെ ചുറ്റി വലഞ്ഞു എന്നുള്ളതാണ്. ഒരു കൂട്ടം ചെന്നായ്ക്കളും പുലികളും എല്ലാം യുദ്ധക്കളത്തിൽ ആക്രമിക്കാൻ തുടങ്ങി. ഒരുപാട് ഭൂതപ്രേതങ്ങളും പിശാചുകളും ജിന്നുകളും പല പല ഭീകര തലകളുള്ളവരെല്ലാം ആക്രമിച്ചു എന്നുള്ളത്. പക്ഷെ കർണൻ ഒരു കുലുക്കും ഇല്ലാതെ രഥത്തിൽ നിന്നിട്ട് എല്ലാവരെയും കൊല്ലാൻ തുടങ്ങി. പല പല സൂര്യദേവനുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് എല്ലാവർക്കും എതിരെ അസ്ത്രം അയച്ചു. ആ അസ്ത്രങ്ങൾ കൊണ്ട് 10,000-കണക്കിന് ഇങ്ങനെയുള്ള ഭീകരജീവികളുടെ ശവങ്ങൾ അവിടെ വീഴുകയാണെന്നുള്ളത്. അവരെല്ലാം മരിച്ചു വീഴുകയാണ്. ഉടൻ തന്നെ ഘടോത്കചൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. എന്നിട്ട് പറഞ്ഞു, എടാ നീജ, നിൻ്റെ അന്ത്യം അടുത്തടാ, ഞാൻ നിന്നെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞ് ഘടോത്കചൻ പറയുകയാണ്. കർണന് എതിരാളിയെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എല്ലായിടത്തും അസ്ത്രം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഒരു ചുവന്ന മേഘം ആകാശത്തിങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അതിൽ നിന്നും തീ പാറിക്കൊണ്ടേയിരിക്കുന്നു. അന്നേരം 1000-കണക്കിന് വാദ്യോപകരണങ്ങൾ ഒരേ സമയത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ആ ഒരു കോലാഹലം സൃഷ്ടിക്കുന്നത്, അതേപോലെ ആ മേഘം ഗർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും പല പല അസ്ത്രങ്ങൾ, വലിയ വലിയ ഗദകളും ഒക്കെ വരികയാണ്. അതെല്ലാം അവശേഷിക്കുന്ന കൗരവ യോദ്ധാക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വീണ്ടും രാക്ഷസന്മാർ വന്നുകൊണ്ടേയിരിക്കുന്നു, പല പല കുന്തങ്ങളും കോടാലികളും പിടിച്ചുകൊണ്ട്. അവരെല്ലാവരും വലിയ പർവ്വതങ്ങളെ പോലെയായിരുന്നു ഓരോ രാക്ഷസന്മാർ. അവരുടെ ഭീകരമായിട്ടുള്ള ഒരു രൂപം, കൂർത്ത പല്ലുകളും എല്ലാം ഭയം സൃഷ്ടിച്ചു കൗരവ സൈന്യത്തിൻ്റെ ഉള്ളിൽ. ഒരു കണക്കില്ലാതെ, ഒരു ദയയില്ലാതെ ദുര്യോധനൻ്റെ യോദ്ധാക്കളെ എല്ലാവരും കൊന്നൊടുക്കുകയാണ്. കാരണം ഇരുട്ടത്തായതുകൊണ്ട് ആർക്കൊന്നും അറിയുന്നില്ല, എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൗരവരും ഓടാൻ തുടങ്ങി എന്നുള്ളതാണ്. എല്ലാവരും പറഞ്ഞു, ഓടിക്കോ ഓടിക്കോ, ഇനി നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കർണൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്, ഭയപ്പെടാതെ. കാരണം ഒറ്റയ്ക്ക് ആ രാക്ഷസന്മാരെ എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഘടോത്കചൻ ഒരിക്കലും തടുക്കാൻ പറ്റാത്ത 4 ശക്തമായിട്ടുള്ള കുന്തങ്ങൾ കർണനെതിരെ എറിയുകയാണ്. അത് കർണൻ്റെ കുതിരകളെ കൊല്ലുകയാണ്. കർണൻ നോക്കിയപ്പോൾ ഘടോത്കചൻ വലിയൊരു വാളും പിടിച്ചുകൊണ്ട് കർണനെതിരെ ചാടി വന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള എല്ലാവരും അലറി പറഞ്ഞു, കർണ ശക്തി അസ്ത്രം ഉപയോഗിക്കൂ, അല്ലെങ്കിൽ നീ ഇപ്പം മരിച്ചു വീഴും.
അപ്പോൾ ഇപ്പോൾ അവൻ്റെ മായാവി ശക്തികളെ കൊണ്ട് നമ്മളെ എല്ലാവരും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശക്തിയസ്ത്രം ഉപയോഗിക്കൂ, ശക്തിയസ്ത്രം ഉപയോഗിക്കൂ എല്ലാവരും പറഞ്ഞു. അപ്പോൾ കർണനും ചിന്തിച്ചു, തീർച്ചയായിട്ടും ഇവനെ കൊല്ലാൻ ഇനി ഒരു രക്ഷയില്ല, ശക്തിയസ്ത്രം ഉപയോഗിച്ചേ പറ്റൂ. ശക്തിയസ്ത്രം കൊണ്ട് മാത്രമേ ഘടോത്കചൻ തീരുമെന്ന് മനസ്സിലായി. അന്നേരം ഘടോത്കചൻ ഏകദേശം കർണനെ കൊല്ലുമെന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അർജുനെക്കുറിച്ച് കർണൻ മറന്നു. ഉടൻ തന്നെ ശക്തിയസ്ത്രം എടുത്തു. ആ സ്വർണ്ണ പേടകത്തിൽ നിന്നും അത് വില്ലിൽ കോർത്തു. രാക്ഷസന് നേരെ ഉന്നം പിടിച്ചു, മന്ത്രങ്ങൾ ഉരുവിട്ടു. ഉടൻ തന്നെ ഒരു പ്രത്യേക പ്രകാശം അവിടെ എല്ലാം വ്യാപിച്ചു. സൂര്യൻ ഉദിച്ചതുപോലെ എല്ലാവർക്കും തോന്നി. വലിയ കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. വലിയ മേഘം ഗർജിക്കുന്ന ഒരു ശബ്ദമൊക്കെ വരാൻ തുടങ്ങി. കർണൻ ആ അസ്ത്രം അയച്ചു. തീഗോളത്തെ പോലെ ആ അസ്ത്രം ചീറിപ്പാഞ്ഞു വരികയാണ് ഘടോത്കചനെതിരെ. ഘടോത്കചന് മനസ്സിലായി എൻ്റെ അന്ത്യം അടുത്തു എന്ന്. ഉടൻ തന്നെ ഘടോത്കചൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു, ശരീരത്തെയും വർദ്ധിപ്പിച്ചു. ആ യുദ്ധക്കളത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വലിയ വലിപ്പം സ്വീകരിച്ചു. എന്നിട്ട് ആ ശക്തി അസ്ത്രത്തെ നെഞ്ചിലേക്ക് തന്നെ സ്വീകരിച്ചു. നെഞ്ച് തുളച്ച് ആ അസ്ത്രം അപ്രത്യക്ഷമായി ദേവലോകത്തേക്ക് പോയി. ഉടൻ തന്നെ ഘടോത്കചൻ മരിച്ചു. എന്നിട്ട് മരിച്ചു വീണത് എത്രയോ യോദ്ധാക്കളെ ആ വലിയ ഭാരമുള്ള ശരീരത്തിൻ്റെ ഉള്ളിൽ അടിച്ചമർത്തിക്കൊണ്ട് വീഴുകയാണ്. ആ ഘടോത്കചൻ മരിച്ചതോടുകൂടി ഘടോത്കചൻ്റെ എല്ലാ മായാവ ശക്തികളും തീർന്നു. ഘടോത്കചൻ മരിച്ചു എന്ന് കണ്ടപ്പോൾ കർണന് വലിയ സന്തോഷമായി. ദുര്യോധൻ്റെ സഹോദരങ്ങളെല്ലാവരും സന്തോഷിച്ചു. കൗരവരെല്ലാവരും വാദ്യോപകരണങ്ങൾ വായിക്കാൻ തുടങ്ങി, ശംഖൂതി. അവരെല്ലാവരും കർണനെ ചുറ്റി കർണനെ സ്തുതിക്കാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. അങ്ങനെ ഘടോത്കചൻ്റെ യുദ്ധം കഴിഞ്ഞു. ഇനി അടുത്ത എന്തായിരിക്കുമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഘടോത്കചൻ്റെ വീര പരാക്രമങ്ങളൊക്കെ. ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മഹാഭാരതത്തിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും കമൻസിലിടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം. കൂടുതൽ പേരുമായിട്ട് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഒരുപാട് പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ അടിയനെ സഹായിക്കാം. ഹരേ കൃഷ്ണ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.